നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? ഇവിടെ സൗദി അറേബ്യയിലടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ്. താജിക്കിസ്ഥാൻ 70-80% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവര് തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട്. അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കോ? ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്? അതിന് അവർ പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഇൻക്രീസിങ് എക്സ്ട്രീമിസം. ഇതാണ് അവർ പറയുന്നത്. ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടിയും വെച്ച് അവിടെ നടന്ന അവർ പകുതി പഠിച്ചു വിടും, ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും. കാരണം അത് അവിടെ പറയുന്നത് അത് താലിബാനിസത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് നാട്ടില് ഇന്ന് ഈ താടി വെക്കുന്നോണ്ടെയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ. തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു, അപ്പിക്കുപ്പ എന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല, വേണേ കിടക്കാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ പറയുന്ന കമ്പാരിസൺ ഇവിടെ ബാസിൽ തന്നെ നടത്തി. എന്താണ് അതേപോലെ കുറി എന്ന് പറയുന്നിടത്ത് തന്നെ എന്താണെന്നുള്ളത് ഇവിടെ വന്നില്ലേ? ഇത് വസ്ത്രമല്ല, എന്നുള്ളത് ബാസിൽ തന്നെ അംഗീകരിച്ചു. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് താങ്കളും ആ സമുദായത്തിലുള്ളതാണ്. നമുക്ക് അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പദങ്ങൾ മുറിവേൽപ്പിക്കുമെങ്കിൽ അത് നമുക്ക് വേണ്ട. പറയുന്നതിന്റെ അതേ നാണയത്തിലുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റുള്ളൂ.